ഇത് നോക്കി ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ്, ചെറിയൊരു സ്ഥലമാണ്. ഇതിൽ ടൗണിലേക്ക് നിർത്തിയിട്ടില്ല നമ്മൾ. ഇപ്പോൾ ടാക്സും ഓട്ടോ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഇവിടുന്ന് പിന്നെ ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാമെന്ന്. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ട്രെയിൻ വരും. റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്, ഇവിടുത്തെ ലോക്കൽ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഇവിടുന്ന് ഭീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്കിനി പോകേണ്ടത്. അപ്പോൾ 2 ട്രെയിൻ പിടിച്ചിട്ട് പോകണം. ഇപ്പോൾ ഇവിടുന്ന് ഒരു ട്രെയിൻ വരും, അത് നേരെ കുർള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുർളയിൽ ഇറങ്ങിയിട്ടായിട്ട് അവിടുന്ന് നേരെ ഡയറക്റ്റ് മുംബ്ര ഇറങ്ങിയിട്ട് പിന്നെ നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിൻ കാലിയാണത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റേഷൻ തന്നെ വന്നതാണ് ട്രെയിന്. ഇപ്പോൾ മുംബൈയിലേക്ക് എത്താം. നമ്മളിപ്പോൾ കുർള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. ഗായ്സ്, നമ്മളിപ്പോൾ കുർള റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വേറൊരു ട്രെയിൻ പിടിച്ചിട്ട് പോകണം നമുക്ക്. ഇവിടുന്ന് ഒരു മുംബ്ര എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്, അവിടത്തേക്ക് പോകണം. മുംബ്രയിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോ പിടിച്ച് പോകേണ്ടതാണ്. ഓട്ടോ പിടിച്ചിട്ട് പോയില്ലെങ്കിൽ ബസ്സിന് പോകും. ചലോ ജൽദി പോയാ. ഇപ്പോൾ നമുക്ക് പോകേണ്ട ട്രെയിന് വരുന്നുണ്ട് കേട്ടോ. ട്രെയിനാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ട്രെയിനെത്തി ഇവിടെ പോകുന്നത് അസൻഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഇവിടെ തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. ഈ ട്രെയിനാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ധാനെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ധാനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ബസ്സോ അല്ലെങ്കിൽ റിക്ഷ എന്താ പിടിക്കണം. ബസ് പിടിച്ചിട്ട് പോകുന്നതായിരിക്കും എളുപ്പം. നമ്മൾ പ്ലാനിങ് മാറ്റിയേട്ടാ. നമ്മൾ വീണ്ടും ട്രെയിൻ തന്നെ പോകാൻ പ്ലാൻ ഉണ്ട്. ആദ്യം ബസ്സിന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ധാനയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബസ്സിന് പോകുന്നില്ല. ഒരു 2 സ്റ്റോപ്പ് അപ്പുറത്താണ് ഇറങ്ങേണ്ടത് നമുക്ക്. അപ്പോൾ അതൊരു ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് പോകുന്നുണ്ട്. 1213 डाऊन मुंबई नागपूर सेवाग्राम सुपरफास्ट एक्सप्रेस या गाडीच्या डब्यांची स्थिती इंजिन पासून अशा प्रकारे आहे. VPS हा M10 5वा, M9 6वा, M8 7वा, നമ്മളിപ്പോൾ മുംബ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. മുംബ്രയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് പോകണം. അപ്പോൾ ഓട്ടോക്കാരനോട് ചോദിച്ചു എവിടെ അവിടത്തേക്ക് പോകുന്ന വണ്ടി ഉണ്ടാവും. മീറ്ററിൽ ആണെന്നുണ്ടെങ്കിൽ കുറേ പൈസ കൊടുക്കേണ്ടി വരും. ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ ഉണ്ട് അടുത്തേക്ക്. അപ്പോൾ നമ്മൾ വെച്ച് ഓട്ടോ പിടിച്ച് പോകാമെന്ന്. അപ്പോൾ പോകുന്ന വണ്ടി ഉണ്ടാവും അങ്ങോട്ടേക്ക്. അതാകുമ്പോൾ ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതേപോലത്തെ ചെറിയ സ്ഥലത്തൊക്കെ കൂടുതൽ ഓട്ടോറിക്ഷ തന്നെയാണ് ഓടാറ്.
വലിയ സിറ്റി ഏരിയയിലൊക്കെ ടാക്സി തന്നെ വിളിച്ചിട്ട് പോകണം. ഇതൊക്കെ ചെറിയ ഓട്ടം. ഞങ്ങളിപ്പോൾ ഭീവണ്ടി എത്തിയല്ലേ, ഭീവണ്ടി. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു റോഡിൽ. അത് ഓട്ടോ പിടിച്ച് വന്നതുകൊണ്ട് പെട്ടെന്ന് എത്തി. ബസ്സിന് വരുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് തന്നെ ഉണ്ടാവും. അത്യാവശ്യം ചെറിയ ചെറിയ ഗ്യാപ്പിലൂടെ അവനെടുത്ത് വന്നു. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. റോഡിൻ്റെ പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായി റോഡിൽ. ഈ ബിൽഡിങ്ങിലാണ് എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുള്ളത്. അവന് പ്രിൻറ്റിങ് പ്രസ്സിൽ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അവന് വരുന്ന പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയി. അവിടുന്ന് അവൻ്റെ വണ്ടി എടുത്തിട്ട് വന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടെ നല്ല മഴയായിരുന്നു. അങ്ങനെ വണ്ടി എടുത്തിട്ട് വന്നപ്പോൾ നോക്കട്ടെ, രാത്രി മാർക്കറ്റിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവും, അല്ലെങ്കിൽ നാളെ ആവട്ടോ നോക്കണം. അതിപ്പോൾ CNG അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ 86 റുപ്യാണ് CNG ഒരു കിലോന്. എന്നിട്ട് 73.50 ഒരു കിലോ. CNG അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പോയിട്ട് കണ്ടു കേട്ടോ. അവനെ കണ്ടു, പക്ഷേ അവന് ഓഫീസിലുണ്ടായിരുന്നു. ഓഫീസിൽ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഓഫീസിൽ പോയിട്ട് കണ്ടതാണ്. പിന്നെ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു മാർക്കറ്റിൽ ഇപ്പോൾ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ചാവിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെമ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അത് എൻ്റെ അളിയന് ഒരു ബാങ്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവനിപ്പോൾ അവനങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സിറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ നോ പാർക്കിങ്ങിൽ വെച്ചിട്ട് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ പോലീസുകാരും വന്നു കഴിഞ്ഞെങ്കിൽ എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ അവർ ടയർ ലോക്ക് ഇട്ടിട്ട് പോകും. പിന്നെ ഫൈൻ അടച്ചതിന് ശേഷം അത് എടുക്കാൻ പറ്റും. നമ്മളിവിടെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവന് ഒരു ബാങ്കിൽ പോയിട്ടുണ്ട്. പിന്നെ ബോംബെയിൽ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് ഇന്ന്. അതുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനുള്ള കുറച്ച് ഈസിയാണ്. മഴത്ത് ഒന്നത് പുറത്തിറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ട്. ഫുള്ള് കച്ചറായിട്ട് മഴ കുറവുള്ളതുകൊണ്ട്. ഇവിടെ പാർക്കിങ്ങിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ജാഗയില്ല. ഒറ്റൊരു സ്ഥലമില്ല പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് ഇപ്പോൾ അടുത്ത ആവശ്യം കഴിഞ്ഞ് ബാങ്കിലത്തെ ഇപ്പുറം വരേണ്ടി ഉണ്ടായിരുന്നു. ഫുള്ള് ബ്ലോക്ക്, റോഡ് ബ്ലോക്കായിട്ട് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട്. വണ്ടി ഒരുമാതിരിയുള്ള ആൾക്കാർക്കൊന്നും മുംബൈയിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഞാൻ മുമ്പ് വണ്ടിയുടെ 1-2 കൊല്ലം വണ്ടിയുടെ ഓടിച്ചിട്ട് പരിചയമുള്ളതുകൊണ്ട് ഏകദേശം അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഏകദേശം അറിയാൻ പറ്റുന്നുണ്ട്. വലിയൊരു പേടി ഇല്ല. അത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടി ആക്കിയിട്ട് പോരാനുണ്ട്. അപ്പോഴത്തേക്ക് പോലീസുകാർ വന്നിട്ട് പുള്ളി ലോക്ക് ഇട്ടിട്ട് പോകുന്നു. വണ്ടി കേട്ടായിരുന്നു ഫൈനലൊന്നും. അതന്നെ മെയിൻ പ്രശ്നം. പിന്നെ കുറേ ദൂരെ ഇടയ്ക്ക് പാർക്കിംഗ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് അത് നടന്നിട്ട് വരണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വന്നിട്ടില്ല, ബാങ്കിൽ പോയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പിലോട്ടേക്ക് വണ്ടി തുറന്നിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ലാത്തതിനെ കൊണ്ട് ഇവിടെ ഇപ്പോൾ പാർക്കിംഗ് ഉണ്ട്. ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്.